ഷാജു ബീവിയുടെ കവിത മരിച്ച വീട്. ആളുകൾ പതുക്കെ പതുക്കെ ഒഴിഞ്ഞു. നിലവിളികൾ അമർന്നു. ഗദ്ഗതം ഒതുങ്ങി. കരണ്ടും പോയി. ഇപ്പോഴാണ് മരിച്ച വീട് മരിച്ച വീടായത്. മരിച്ച വീട് നിലാവിൽ മരിച്ച് മതിച്ച് നെകളിച്ച് മൗനം വിഴുങ്ങിക്കിടന്നു. ചുമരിലെ പടത്തിൽ നിന്ന് അയാൾ പായൽ കിടന്നു മയങ്ങുന്ന അവളെ നോക്കി. ഈ പഞ്ചായത്തിൽ ഒരുവളും ഇത്ര കരഞ്ഞു കാറിയിട്ടില്ല. മയക്കക്കണ്ണിലൊരു പുഞ്ചിരിക്കലയുണ്ടോ? കിടപ്പിൽ ചാരിതാർത്ഥ തുടിപ്പുണ്ടോ? സെക്കൻഡ് ഷോ കഴിഞ്ഞു വന്ന് 2 എണ്ണം അടിച്ച് മീനും ചോറും വിഴുങ്ങി അവളെ പൊത്തിപ്പിടിച്ച് നിശ്വാസം കനത്ത് അരക്കെട്ട് പെരുത്ത് കിതച്ച് കിടന്നുറങ്ങിയതാണ്. പിറ്റന്നാൾ അവൾ കുലുക്കി നോക്കുമ്പോൾ ജഡമായി കിടക്കുന്നു. ചുമരിലെ പടത്തിൽ ഒരു മിന്നിക്കെടും വെളിച്ചം പിടിപ്പിച്ചാൽ മാത്രം മതി, അയാൾ പടമായി. അയാളുടെ പടമൊന്നും ഇനി വിളയില്ല. പടം പൊഴിക്കാനും ആവില്ല. പടമായി കഴിഞ്ഞ അയാൾ. പിറ്റന്നാൾ വീടതേ പടുതിയിൽ. രഹസ്യപ്പേച്ചുകൾ, മറ്റൊരാൾ കേൾക്കാൻ മാത്രം ഉച്ചത്തിൽ ആത്മകഥകൾ, ഒച്ചമയക്കിയുള്ള അമർന്ന പാത്രക്കലമ്പലുകൾ. മരിച്ച വീടെന്നത് ഉറക്കെ പറയും. പച്ചക്കറി വിസിലൊച്ചകൾ, ജീവിതം വെട്ടിച്ചുരുക്കിയ അടുക്കള മണങ്ങൾ. തീരെ താഴ്ത്തി ചിരി പതുക്കി ഫോണിൽ റീല് കാണും അയാളുടെ പാവം കുഞ്ഞുങ്ങൾ. 3-ാം നാൾ കുടുംബക്കാർ വന്ന് കാരണവന്മാർ ഞെളിഞ്ഞിരുന്നു. ചടങ്ങുകൾ നടന്നു. അടുപ്പിൽ കോഴി വെട്ടിത്തിളച്ചു. ചുമരിലെ പടത്തിലെ നാസിക ചെകിളുകൾ അനങ്ങി. റം കുപ്പികൾ ഒഴിഞ്ഞു. കുട്ടികൾ തെളിഞ്ഞു. സെൻസർഷിപ്പ് ഭീതി വിട്ട് ചിരികൾ ഉയർന്നു. മാതള നാരങ്ങ പഴുത്തല്ലോ എന്ന് അയാളുടെ പടത്തിൽ നിന്ന് നിശ്വാസത്തോടെ കണ്ണ് വെളിയിലേക്ക് പാൻ ചെയ്ത് അവൾ വീണ്ടും നിശ്വസിച്ചു. പിറ്റന്നാൾ മീൻവണ്ടി വെച്ച് കേട്ടപ്പോൾ തിടുക്കത്തിൽ പണമെടുപ്പും കണ്ണാടിയിൽ സ്വയം മതിക്കുന്ന നോട്ടവും ചുണ്ടിലൊരു നിഗൂഢ മന്ദസ്മിതവുമായി അവൾ പുറത്തിറങ്ങി. മരണം അൽപായുസായ ഒരു പാവം ശലഭജീവിയാണ്. നന്ദി.